نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ, ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന കാരുണ്യത്തിൻ്റെ തിരുദൂതരെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അയച്ച അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോട് തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഭൂമിയിൽ 800 കോടിയിലധികം മനുഷ്യനുണ്ടാകുന്നതാണ് കണക്കുകൾ. ഈ മനുഷ്യൻ 2 കാലിൽ നടക്കുന്നു. എന്നാൽ എല്ലാവരുടെയും മുഖം വ്യത്യസ്തമാണ്. ഒരുമ പറ്റ മക്കൾ പോലും വ്യത്യസ്തരാണ്. ഇരട്ടകളെ തിരിച്ചറിയാനും മാർഗങ്ങളുണ്ട്, കാരണം അവരും വ്യത്യസ്തമാണ്. ഒരു ഫോൺ കോൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരാളുടെ ശബ്ദം കേട്ടാൽ അത് ഇന്ന ആളുടേതാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശബ്ദങ്ങൾ പരസ്പരം വ്യത്യസ്തമാണ്. കാൽപാദങ്ങൾ എത്ര ബലവത്തായാണ് അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുള്ളത്. ചെരുപ്പുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും കാലിന് തേയ്മാനം വരാതെ അത് നിലനിൽക്കുന്നു എന്നത് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ പിന്നിലെ സൃഷ്ടാവിനെ നമുക്ക് വിസ്മരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം ഓർത്ത് ചിന്തിച്ചാൽ നമുക്കൊരു വാചകം പറയാതിരിക്കാൻ കഴിയുമോ? റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിൽ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വ്യർത്ഥമായി നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത് എത്രയോ നീ എത്രയോ പരിശുദ്ധൻ. അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം. എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്ന നാഥന് ഈ സൃഷ്ടികൾ ചെയ്യുന്നതെല്ലാം കാണാൻ കഴിയും. അതേപോലെ അതെല്ലാം ആവശ്യമാകുമ്പോൾ പുറത്തു കൊണ്ടുവരാനും കഴിയും. നമ്മളെ ഓരോരുത്തരെയും മുഴുവൻ കാര്യങ്ങളും വിചാരണ നടത്താനും അല്ലാഹു തആലക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. അതാണ് പരലോക വിശ്വാസം. ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞ ഉപദേശമുണ്ടല്ലോ, യാ ബുനയ്യ ഇന്നക ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എൻ്റെ കുഞ്ഞുമോനെ, തീർച്ചയായും അത് ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ടത് പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ
എവിടെ തന്നെ ആയാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. തീർച്ചയായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാണ് എന്ന് ഖുർആനിലൂടെ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശം പ്രസ്താവിക്കുന്നുണ്ട്. മനുഷ്യർക്ക് മനുഷ്യരിൽ നിന്ന് പലതും ഒളിപ്പിച്ചു വെക്കാം, മറച്ചു വെക്കാം, പൂട്ടിവെക്കാനും ഒക്കെ സാധ്യമാകും. പക്ഷേ സൃഷ്ടാവായ റബ്ബിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഒളിച്ചു വെക്കാനോ മാറി നിൽക്കാനോ ഈ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, ഒന്നും അവൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ഇല്ല. നമ്മുടെ പ്രവർത്തനങ്ങളാകട്ടെ, നമ്മുടെ ശാരീരിക ഫംഗ്ഷനുകളാകട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏത് വിധിയാകട്ടെ, അപകടങ്ങളാകട്ടെ, അനുഗ്രഹങ്ങളാകട്ടെ, വളർച്ചയാകട്ടെ, തളർച്ചയാകട്ടെ, എല്ലാം ആ മഹാസൃഷ്ടാവ് സൃഷ്ടിച്ച രൂപത്തിലാണ്, സംവിധാനിച്ച രൂപത്തിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗലി വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത. അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു, എന്നാൽ അല്ലാഹുവിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അല്ലാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളിലൂടെ അവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ കൂടെ തന്നെയുണ്ട്. അവർ പ്രവർത്തിക്കുന്നതെല്ലാം സമ്പൂർണമായി അറിയുന്നവനാകുന്നു അല്ലാഹു. ഈ അറിവ് അല്ലാഹു തആലക്കുണ്ട് എന്നൊരു വികാരത്തോടുകൂടി ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നവൻ നന്മയെ അവൻ്റെ ജീവിതത്തിൽ വരികയുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും വരികയില്ല. കാരണം അവൻ നിരീക്ഷണത്തിലാണ്. എന്തെങ്കിലും തുറന്നു നോക്കുന്ന, എന്തെങ്കിലും ആവശ്യത്തിന് സെർച്ച് ചെയ്യുന്ന CCTVയുടെ നിരീക്ഷണത്തിലെല്ലാം എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താൻ നിശ്ചയിച്ചു വെച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിരീക്ഷണത്തിലാണ് എന്നൊരു ബോധ്യം നമുക്ക് വേണം. നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്? നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ അത്ഭുതമാണ്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളിൽ തന്നെയും പല ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങൾ കണ്ടറിയുന്നില്ലേ? ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിക മിമ്മാഇൻ ദാഫിക്. എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? മനുഷ്യന്റെ സൃഷ്ടിപ്പ് പിന്നിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ വളരെ ദുർബലപ്പെട്ട ഒരു ബീജത്തിൽ നിന്ന് മനുഷ്യൻ കൊണ്ടുവന്ന് പറയുമ്പോൾ എത്ര വലിയ അത്ഭുതമാണത്. ജനിച്ചപ്പോൾ കരയാൻ മാത്രം അറിയുന്നവരായിരുന്നു നമ്മൾ. നാൽക്കാലികളായ ജീവികൾ പ്രസവിച്ച ഏതാനും സമയത്തിനുള്ളിൽ അത് തൻ്റെ കുഞ്ഞിന് പാല് കുടിപ്പിക്കുന്നു. അതേപോലെ അത് ഓടുന്നു, നടക്കുന്നു. നമുക്ക് മാസങ്ങൾ കഴിയണം ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ. പശ്ചാവ്യമല്ലാത്ത ഒരു കാലം മനുഷ്യ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. പരീക്ഷണത്തിന് വേണ്ടി ഒരു കൂടിക്കലർന്ന ബീജത്തിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു. കേൾവി ഉണ്ടാക്കി തന്നു, കാഴ്ചയുണ്ടാക്കി തന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കാഴ്ചയുള്ളവനാക്കി, കേൾവിയുള്ളവനാക്കി. അതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷയിൽ ജയിക്കണം, ദുനിയാവാകുന്ന പരീക്ഷയിൽ ജയിക്കണം, അനന്തമായ പരലോകത്ത് രക്ഷപ്പെടണം. നമ്മെ സൃഷ്ടാവ് വെറുതെ തമാശയായിട്ട് അലക്ഷ്യമായിട്ട് സൃഷ്ടിച്ചതെല്ലാം. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അപ്പോൾ നാം നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണോ? അതല്ല, നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണമെന്ന ചിന്തയോടുകൂടി ഓരോ കണ്ണയക്കലും, ഓരോ കാതയക്കലും, ഓരോ കാലുവെക്കലും ഉണ്ടെങ്കിൽ എത്ര വലിയ സൂക്ഷ്മതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചതും സംവിധാനിച്ചതും? إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة ذلك الدين القيم. കീഴ്വഴക്കം അത് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് രജമാനസ്കരായ നിലയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം നിലനിർത്തുവാനും അതേപോലെ സകാത്ത് നൽകാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതത്രേ ദീനുൽ ഖയ്യിം, വക്രതയില്ലാത്ത മതം. ആ മതത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ ലോകത്തേക്ക് വന്നത്. ഈ ദുനിയാവിൻ്റെ ലക്ഷ്യമല്ല. ദുനിയാവിൽ ധാരാളം ഉണ്ടാക്കി മരിച്ചു പോകുമ്പോൾ ഞാൻ അവനൊരു അനുഗ്രഹം കിട്ടിയ ആളാണ് എന്ന്
പറയപ്പെടാനല്ല, മറിച്ച് ആഖിറത്തിലേക്ക് പ്രവർത്തിച്ച് നല്ല രൂപത്തിൽ തഖ്വയോടുകൂടി ഈമാനോടുകൂടി മരിച്ചു പോകാനാണ് ഈ പരീക്ഷണമാകുന്ന ഈ ലോകത്തെത്തിയത്. അതെ, വ്യക്തമാണ്. അവനെ നിഷ്കളങ്കമായി ആരാധിക്കാൻ വേണ്ടി എത്ര കാലം? ഏതെങ്കിലും സീസണിലാണോ? എപ്പോഴെങ്കിലും ആവേശം തോന്നുമ്പോഴാണോ? അല്ല, മരിക്കും വരെ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണത്തിൻ്റെ വക്രത്തിലേക്ക് നമ്മൾ എത്തിച്ചെന്ന ആ ചുഴിയിലേക്ക് എത്തപ്പെടുന്നതുവരെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. സയ്യിദു താബിഈൻ എന്നറിയപ്പെടുന്ന ഇമാം ഹസനുൽ ബസരി റഹ്മഹുള്ള പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലം യജഅൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. മരണം വരെ ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവൻ മരണസമയം ചോദിക്കുന്നത് ചെറിയ നന്മ ചെയ്യാനുള്ള ഒരു അല്പസമയം മാത്രമാണ്. കുറച്ച് സമയം തരുമോ, ഒരു നന്മ ചെയ്ത് സ്വർഗത്തിലേക്കുള്ള യോഗ്യത നേടട്ടെ എന്ന് ചോദിക്കുന്നവരായിരിക്കും മരണസമയത്ത് ഭൂരിപക്ഷം ആളുകളും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംഭവം കാണാം. മരണം എത്തി. ആ സമയത്ത് ഏത് സമയത്തും മരണം ജീവിതത്തിലേക്കെത്തും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബറിൻ. ഒരു ഖബറിന്റെ അടുത്തുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുകയാണ്. ഫഖാല മൻ സാഹിബു ഹാദൽ ഖബർ. ഈ ഖബറിൽ ആരാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു. ഫഖാലു, അവർ പറഞ്ഞു, ഫുലാൻ, ഇന്നയാളാണ് ആ ഖബറിൽ കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റകഅതാനി, 2 റകഅത്ത് നമസ്കാരം, അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. അവൻ ഈ ജീവിതത്തിൽ വിട്ടുപോയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനേക്കാൾ അവൻ ഇപ്പോൾ പ്രിയപ്പെട്ടത് 2 റകഅത്ത് നമസ്കാരമാണ് എന്ന്. അവന് 2 റകഅത്ത് നമസ്കാരത്തിന്റെ ഒരു തണൽ, ഒരു തണുപ്പ്, ഒരു പ്രതിഫലം ഖബറിൽ കിട്ടുന്നതാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ കച്ചവടത്തേക്കാൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് 2 റകഅത്ത് നമസ്കാരത്തിന്. അതിൻ്റെ ആവശ്യക്കാരായിരിക്കും ബർസഖിൽ നമ്മൾ, ഹിസാബിന്റെ വേദിയിൽ നമ്മൾ, മീസാനിൽ നമ്മൾ കിതാബ് നിവർത്തുമ്പോൾ ഇതിലൊരു 2 റകഅത്തിന്റെ നമസ്കാരത്തിന്റെ കൂലി കൂടി ആഡ് ചെയ്തെങ്കിൽ എന്ന് വിചാരിക്കുന്നവരായിരിക്കും നമ്മൾ. അത്രയും ആവശ്യക്കാരായിരിക്കും 2 റകഅത്ത് നമസ്കാരത്തിന്. 2 റകഅത്ത് നമസ്കരിക്കണോ വേണ്ടേ എന്ന് ആലോചിക്കുമ്പോൾ വേണമെന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് ഈമാനെത്തുന്ന ആളുകളായി മാറണം. ഈ ചെറിയ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ പരലോകത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പുണ്യം നേടാൻ നമുക്ക് സാധിക്കണം. നേരായ മാർഗം പഠിപ്പിക്കാൻ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ചതാണ് ഖുർആൻ. ആ ഖുർആൻ പാരായണം നടത്തണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അത് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിന്റെ കാറ്റലോഗാണെന്ന് തിരിച്ചറിയണം. മൻ അലിമ ആയത്തിൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ കാന ലഹു സവാബുഹാ മാ തലീത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരായത്ത് പഠിപ്പിച്ചാൽ പ്രസ്തുത ആയത്ത് പാരായണം ചെയ്യപ്പെടുന്ന കാലമത്രയും അയാൾക്കതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. ഒരായത്ത് എത്തിക്കാൻ സാധിച്ചാൽ ആ ആയത്ത് പാരായണം ചെയ്യുന്നവൻ എത്ര കാലം പാരായണം ചെയ്താലും അവൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ പ്രതിഫലം പഠിപ്പിക്കുന്നവനുണ്ടായിരിക്കും. നാളെ പരലോകത്ത് ഖുർആൻ നമുക്ക് അനുകൂലമായാണോ പ്രതികൂലമായാണോ സാക്ഷി പറയുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക വ അലൈക. ഒന്നുകിൽ ഖുർആൻ പാരായണം ചെയ്യാതെ അവഗണിച്ചതുകൊണ്ട് നിന്റെ മേൽ അത് സാക്ഷി പറയും, അല്ലെങ്കിൽ നിനക്കനുകൂലമായ സാക്ഷിയായി ഖുർആൻ ഉപയോഗിച്ചവൻ അനുകൂലമായ സാക്ഷിയായി ഖുർആൻ വരുമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഖുർആൻ നമുക്കെതിരാകുമോ നമുക്ക് അനുകൂലമാകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അബൂ ശുറൈഹ് അൽ ഖുസാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുക, അബ്ശിറൂ വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷിക്കുക. ആരാധനഗർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ? അവർ പറഞ്ഞു, അതേ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഈ ഖുർആൻ അതിൻ്റെ ഒരറ്റം അല്ലാഹുവിൻ്റെ കയ്യിലും ഒരറ്റം നിങ്ങളുടെ കയ്യിലുമാണ്.
അതിനാൽ അത് മുറുകെ പിടിക്കുക. എന്നാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല, നശിക്കുകയില്ല. ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം, സുന്നത്ത് മുറുകെ പിടിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് പരലോകത്തെ എമ്പാടും പ്രതിഫലങ്ങൾ നേടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഒന്ന്, ഖുർആൻ പഠിക്കണം, പകർത്തണം, പ്രയോഗത്തിൽ വരുത്തണം. ജീവിതം ഖുർആൻ കൊണ്ട് പ്രകാശപൂരിതമാകണം. രണ്ടാമത്തെ കാര്യം, അമലുകൾ അല്ലാഹു സ്വീകരിക്കണം. നാം ചെയ്ത ഇബാദത്തുകൾ റബ്ബ് സ്വീകരിക്കണം. അമലുകൾ ധാരാളമായി ചെയ്യുക എന്നതെല്ലാം റബ്ബ് സ്വീകാര്യമായ രൂപത്തിൽ അമലുകൾ ചെയ്യുക എന്നതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എല്ലാവരിൽ നിന്നും കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അതിനാഗ്രഹിക്കുകയും പരലോകം ലക്ഷ്യം വെച്ച്, സ്വർഗപ്രവേശനം ലക്ഷ്യം വെച്ച്, നരകമോചനം ലക്ഷ്യം വെച്ച് ആര് പ്രവർത്തിക്കുന്നുവോ അവന്റെ അടുത്തു നിന്നാണ് സ്വീകരിക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്നാണ് അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുക. അതുകൊണ്ട് ധാരാളമായി തഖ്വ ശേഖരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം. ഇഖ്ലാസും ഇത്തിബാവും അഥവാ ആത്മാർത്ഥതയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടുള്ള പിന്തുടരലും, അത് രണ്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാം എന്നാൽ അതിൻ്റെ അടിസ്ഥാനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അത് ജീവിതത്തിലുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ അമലും സ്വർണ്ണമായിരിക്കും. എന്നാൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ, ഇത്തിബാ ഇല്ലെങ്കിൽ, നാളെ അവിടെ ചെല്ലുമ്പോൾ കർമ്മങ്ങൾ കള്ളനോട്ടായി മാറുകയും ഇതിവിടെ വേണ്ടെന്ന് പറയുകയും ചെയ്യും. നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കർമ്മവും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് അനുസരിച്ച് അനുകരിച്ചുള്ള പ്രവർത്തനങ്ങളായി മാറാൻ നമ്മൾ കണിശത പാലിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. പ്രവാചകനോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കണം. എന്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം? നമ്മുടെ ഇച്ഛയേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുമ്പോൾ ഇച്ഛകൾ മാറ്റിവെച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ പറ്റും. നമ്മുടെ സമ്പത്തിനേക്കാളും, കച്ചവടത്തെക്കാളും, വീടിനേക്കാളും, ഭാര്യയെക്കാളും, മക്കളെക്കാളും, സഹോദരങ്ങളെക്കാളും, ഈ ദുനിയാവിനേക്കാളും പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാൾക്ക് ഇതൊക്കെ ഉപേക്ഷിച്ച് പ്രവാചകനനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. അഥവാ ഇതൊക്കെ താഴെയാണ്. പ്രവാചകനോടുള്ള ഇഷ്ടമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താൻ യോഗ്യരാക്കുന്നത്. അങ്ങുന്നിൻ്റെ ശഫാഅത്ത് കിട്ടാൻ അത് വേണമെന്ന് ഉറച്ചു വിശ്വസിച്ച് കഠിന പ്രയത്നം ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കണം. നടന്മാരും കളിക്കാരും ഫാൻസുകളും ക്ലബ്ബുകളും ഒക്കെയുള്ള യുവാക്കൾ, അവർ പലരെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. അവരൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അങ്ങനെ ഇസ്ലാമിനോട് ബന്ധമുള്ളവർ പ്രവാചകനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് ഇജ്ജത്തോടുകൂടി ജീവിക്കാൻ അവർക്ക് സാധിക്കണം. എന്നാൽ ഈ 24 മണിക്കൂറും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ചെയ്യാൻ ഗ്യാപ്പില്ലാത്ത ഒരൊറ്റ മണിക്കൂറില്ല. ഒരാളോട് പുഞ്ചിരിക്കുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരിടത്തിരിക്കുമ്പോൾ, പള്ളിയിലേക്ക് വരുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിലുള്ള മര്യാദകൾ, പള്ളിയിലുള്ള മര്യാദകൾ, വഴിയിലുള്ള മര്യാദകൾ, നമ്മൾ ജോലി സ്ഥലത്തുള്ള മര്യാദകൾ, ഒരു പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ എന്ത് മര്യാദകളാണ് പാലിക്കേണ്ടത്, എല്ലാം നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നബിയോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, അപ്പോൾ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് സ്വർഗ്ഗം തരും. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപം അല്ലാഹു പൊറുത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഈ അല്ലാഹു തആലയുടെ സ്നേഹം കിട്ടാൻ, സ്വർഗ്ഗം കിട്ടാൻ, ആ റിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് ജീവിതത്തിൽ ധാരാളമായി ചെയ്യുകയും നാളെ പരലോകത്തേക്ക് അത് മുതൽക്കൂട്ടായി മാറുകയും ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം
അങ്ങൊന്നിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തണം. അള്ളാഹുവിനെ അനുസരിക്കണം എന്നതിൻ്റെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത്. അത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. ലഅല്ലകും തുർഹമൂൻ, എന്നാൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, വിശ്വാസികളെ നിങ്ങൾ റസൂലിനെ അനുസരിക്കണം എന്ന് പറയുന്നു. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ ഫഹദറു ഫഇൻ തവല്ലൈതും ഫഅലമു അന്നമാ അലാ റസൂലിൽ ബലാഉൽ മുബീൻ. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, ധിക്കാരം വന്നു പോകാതെ സൂക്ഷിക്കുകയും ചെയ്യണം. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുന്നെങ്കിൽ ദൂതനെത്തിക്കേണ്ട ബാധ്യത മാത്രമേയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിവെട്ടിൽ, വസ്ത്രത്തിൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റോൾ മോഡലാക്കി കൊണ്ടുപോകണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം എങ്ങനെയായിരുന്നു, മുഖം എങ്ങനെയായിരുന്നു, നടത്തം എങ്ങനെയായിരുന്നു, ഇരുത്തം എങ്ങനെയായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്, അതൊക്കെ മനസ്സിലാക്കുകയും അതിനെയൊക്കെ അനുകരിച്ച് അനുസരിച്ച് അനുധാവനം ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എപ്പോഴും ആ പ്രവാചകന്റെ കൽപ്പനകൾക്ക് എപ്പോൾ എതിരാകുന്നുവോ അപ്പോൾ നമുക്ക് നിരന്തരമായി മുസീബത്തുകളും പരീക്ഷണങ്ങളും വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലാ തജാലു ദുആ റസൂലി ബൈനകും കദുആഇ ബാദികും ബഅദം ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിബാദൻ വൽയഖ്ദരി അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നിങ്ങൾക്കിടയിൽ റസൂലിന്റെ വിളിയെ നിങ്ങൾ ചിലരെ വിളിക്കുന്നത് പോലെ നിങ്ങളാക്കി തീർക്കരുത്. മറ്റുള്ളവരുടെ മറ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചോർന്നു പോകുന്നവർ അല്ലാഹു അറിയുന്നുണ്ട്. ആകയാൽ അദ്ദേഹത്തിന്റെ കൽപ്പനക്ക്, ആ റസൂലിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വല്ല ആപത്തും വന്ന് ഭവിക്കുമെന്ന് ഭയപ്പെടേണ്ടതുണ്ട്. വേദനയേറെ ശിക്ഷ അവരെ വന്ന് മൂടുകയും ചെയ്യും. നാലാമത്തെ കാര്യം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതൊന്നും ദീനല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേ ദീനാവുകയുള്ളൂ. നന്മകൾ നഷ്ടപ്പെടുന്ന മഹാവിപത്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാത്തത് ദീനായി സ്വീകരിക്കുക എന്നത്. വമുഹദസാത്തുൽ ഉമൂർ ഫഇന്ന കുല്ലു ബിദ്അത്തിൻ ളലാലം വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. പുതിയ കാര്യങ്ങളെല്ലാം ബിദ്അത്താണ്. ബിദ്അത്തെല്ലാം വഴികേടിലാണ്. എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എത്തിച്ചേരുക എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിപത്ത് പുത്തനാചാരമാണ്. അതിൻ്റെ കുഴപ്പമെന്താ? പുത്തനാചാരം ചെയ്യുന്നവൻ നന്മ ചെയ്യുന്നു എന്ന വിചാരണ ചെയ്യുന്നത് കൊണ്ട് അത് പാപമാകുകയും ആ പാപത്തിന് പൊറുക്കലിനെ തേടാതെ നന്മയെന്ന് അഭിമാനിച്ച് ബിദ്അത്തിനെ കൊണ്ടു നടക്കുകയും ചെയ്യും. ഹൗദുൽ കൗസറിലെ പോരിശയാക്കപ്പെട്ട ആ വെള്ളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങൾ കൊണ്ട് കുടിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതത്തിൽ ബിദ്അത്തുകൾ കൂട്ടിച്ചേർത്തവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം കഷ്ടപ്പെട്ട് ചെയ്ത പല കർമ്മങ്ങളും ബിദ്അത്തിന്റെ ഗണത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ അതിവിടെ സ്വീകാര്യമല്ല, അതിന് നിനക്ക് ശിക്ഷയുണ്ടെന്ന് കിതാബിൽ എഴുതി വെച്ചാൽ എത്രത്തോളം ഖേദമുണ്ടാകും നമുക്ക്. ബിദ്അത്തുകാരുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഒരാമൽ ഇഖ്ലാസുള്ളതും ശരിയായതുമായിരിക്കണം. അപ്പോൾ ഒരു പണ്ഡിതനോട് ആ അനുയായികൾ ചോദിച്ചു, അബു അലി, ഇഖ്ലാസുള്ളതും ശരിയായതും എന്നാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അമൽ ഇഖ്ലാസുള്ളതാകണം. ഇഖ്ലാസുള്ളതും ശരിയല്ലാത്തതുമാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇഖ്ലാസ് മാത്രം പോരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചിട്ടുള്ള കാര്യമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച കാര്യം മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. പറഞ്ഞു വന്നത് ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ സ്വീകാര്യമാകുന്ന രൂപത്തിലായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ചേർന്നതായിരിക്കണം. ഖുർആൻ ധാരാളമായി ഖുർആനെ പഠിക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയും അതുമായി മുന്നോട്ട് പോകുകയും ഖുർആൻ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇങ്ങനെ പരലോകത്തേക്ക് ധാരാളമായി കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോട് തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണോ വസിയത്ത് ചെയ്യുകയാണ്. കർമ്മങ്ങളൊക്കെ ധാരാളമായി ചെയ്യുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു തിന്മ ശൈത്താൻ നമ്മളിൽ നിന്ന് നിർത്തും. ഏതെങ്കിലും ഒരു തിന്മ. എല്ലാ കാര്യത്തിലും തഹജ്ജുദ് നമസ്കരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പലിശക്കെടുക്കുന്നില്ല, പല തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്നു, പല നന്മകളിലും മുമ്പന്മാരാണ്. പക്ഷേ ഏതോ ഒരു തിന്മ ആരുമില്ലാത്ത സമയത്ത് രഹസ്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മ മാത്രം മതി ഒരാളെ നരകത്തിലെത്തിക്കാൻ. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഒറ്റക്കാവുമ്പോൾ ചെയ്യുന്ന തിന്മകൾ. സ്വകാര്യതകളിൽ അല്ലാഹുവിനെ മറന്നു പാപം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. ലഅഅലമുന്ന അഖ്വാമ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലു തിഖാമ ബൈദാ. തിഖാമ, വെളുത്ത തിഖാമ പർവ്വതത്തിൻ്റെ അത്ര അമലുസാലിഹാത്തുമായി വരുന്ന ഒരു ജനതയുണ്ടായിരിക്കും. ഫയജഅലഹല്ലാഹു ഹബഅൻ മൻസൂറ. അവരുടെ ആ തിഖാമ പർവ്വതത്തിൻ്റെ അത്ര വലുപ്പമുള്ള പുണ്യങ്ങളെല്ലാം, ആ കാര്യങ്ങളെല്ലാം, അമലുസ്വാലിഹാത്തുകളെല്ലാം ധൂളികളായിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. ഖാല സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലുള്ളാഹ് സിഫ്ഹുൻ ലനാ വജല്ലഹും, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടേ. ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമു, അതിൽ ഞങ്ങൾ പെടാതിരിക്കുവാനും ഞങ്ങൾക്കതിനെക്കുറിച്ച് അറിയണമല്ലോ. അത് ആ അറിവ് ഇല്ലാതെ പോയാൽ ബുദ്ധിമുട്ടാകുന്ന പറഞ്ഞത് സൗബാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമ്മാ ഇന്നഹും ഇഖ്വാനുക്കും മിൻ ജിൽദതികും, നിങ്ങളിൽപ്പെട്ട കൂട്ടുകാരാണ് അവർ. യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, രാത്രി നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവരും കർമ്മങ്ങളൊക്കെ എടുത്തുപയോഗിക്കുന്നു. വലകിന്നഹും ഖൗമുൻ, പക്ഷേ അവരെങ്ങനത്തെ ജനതയാണ്, ഇദാ ഖലൗ, അവരൊറ്റക്കായാൽ, ബിമഹാരിമില്ലാഹി തഹഖൂഹ, ഒറ്റക്കായാൽ മൊബൈലിൽ വേണ്ടാത്തത് കാണും, അല്ലെങ്കിൽ ആരെയോടെങ്കിലും ചാറ്റ് ചെയ്യും. ഹറാമായ ചാറ്റുകളും മൊബൈലിൽ വേണ്ടാത്തത് കാണുകയും ഒക്കെ ചെയ്യുന്നവർ ഒറ്റക്കായപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും ഒക്കെ എല്ലാം ധൂളികളാക്കപ്പെട്ട് പാപ്പരായി അവിടെ ഹിസാബിൻ്റെ വേദിയിൽ നിൽക്കേണ്ടി വരും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒറ്റ തിന്മ കൊണ്ടാണ് ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തായത്. സുജൂദ് ചെയ്തില്ല എന്ന ഒറ്റ ധിക്കാരം കൊണ്ടാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കാലാകാലം നരകത്തിൻ്റെ വിറകായി മാറിയത്. ആ ഒരു തിന്മ നമ്മളിലും ഇബ്ലീസ് അവശേഷിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാതെ ഒരിക്കലും പരലോക മോക്ഷം ലഭിക്കുകയില്ല എന്ന് ചിന്തിക്കുകയും ആ തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ അങ്ങേയറ്റത്തെ താല്പര്യം കാണിക്കുകയും ചെയ്യണം. ഇവിടെ ജീവിതം ചെറുതാണ്, പരലോകമാണ് വലിയ ജീവിതം. നമുക്ക് വലിയ അപകടങ്ങളും വലിയ അപകട മരണങ്ങളും കാണുമ്പോൾ ഈ ജീവിതം നിസ്സാരത്തിനുമേൽ നിസ്സാരമാണെന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സൊന്ന് പടക്കാതെ, മനസ്സൊന്ന് മാറാതെ, നിസ്കാരമൊന്ന് നന്നാക്കാതെ, ദിക്റൊന്ന് കൂട്ടാതെ, ഖുർആൻ എടുത്തൊരു പേജ് ഇതുവരെ ഉരുൾപൊട്ടലിന് ശേഷം ഒരു പേജ് ഖുർആൻ പോലും മര്യാദ കോരിയിട്ടില്ലെങ്കിൽ ആ ഉരുൾപൊട്ടൽ കൊണ്ടുണ്ടായ പാഠം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒന്നും ജീവിതത്തിന് തസ്കിയത്ത് നൽകുന്നില്ലെങ്കിൽ, ആത്മസംസ്കരണത്തിന് ഉതകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് മരിച്ചിട്ടുണ്ട്. ശരീരത്തിൽ നമ്മുടെ മനസ്സ് മരിച്ചിട്ടുണ്ട്. ജീവനുള്ള മനസ്സിന് ദിക്റുള്ളയുണ്ടാകും. ജീവനില്ലാത്ത മനസ്സ്, ദിക്റുള്ളയില്ലാത്ത മനസ്സ് മരിച്ച മനസ്സാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ധാരാളമായി നന്മ ചെയ്യാനും പരലോക മോക്ഷം നേടാനും കർമ്മങ്ങൾ സ്വീകാര്യമാകാനും അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവൻ്റെ വിശാലമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾക്ക് അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് വല്ലാതെ വലഞ്ഞ് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഹലാലായ
മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സഹോദരങ്ങൾക്ക് അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.